അലമ്പുണ്ടാക്കാത്ത മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാർ സാറിന് താങ്ങിയതുപോലെ തോന്നിയത്. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ, ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFന്റെ ഐശ്വര്യം. പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മന്ത്രിമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. എന്നെ മാത്രമല്ല, നിങ്ങളെ രണ്ടുപേരെ അറിയാവുന്ന. ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ തിരുവനന്തപുരത്ത് തൊട്ട് എടുക്കുകയാണ് വി ശിവൻകുട്ടി. അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തി നിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. അവനാ ശുഷ്കാന്തി കണ്ടമല്ലയാ വൃത്തി കിട്ടവനെ. നീ എന്തിനാണ് അവന്റെ ശുഷ്കാന്തി നോക്കുന്നത്? അയ്യോ, കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. വേറൊന്നുമില്ല, ഞങ്ങള് 3 പേരും പിന്നെ പന്നികളെ പോലെ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിലും ബുദ്ധിയിൽ കഴുതകളെ പോലെയാന്ന് പറയായിരുന്നു. അടുത്തത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P. രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലേ? ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഇത് പാരമ്പര്യം. ഇത് പാരമ്പര്യമൊന്നുമല്ല, ഇത് ഗുളിക കഴിച്ച മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. സംഭവം കുഴയും. ഒന്ന് നിർത്തോ. എന്താ പ്രശ്നം? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നമൊന്നോ? പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. ടാക്സിലില്ലാത്ത വൈറ്റ് മണിയാണല്ലോ ഇവിടുത്തെ ടാക്സിലുള്ള ബ്ലാക്ക് മണി. അപ്പൊ ടാക്സ് കൊടുക്കേണ്ടതാരാ? പൊതുജനങ്ങള്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഴപ്പവുമില്ല. ഡ്രാമ സ്കൂളിൽ പഠിച്ചതിന് ചെറിയ ഹാങ് ഓവർ ഉണ്ടെന്നേ ഉള്ളൂ. ഇവൻ ആള് മിടുക്കന്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.